കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ CPIM വിമത അംഗം കലാരാജു ജയിച്ചു. 12-നെതിരെ 13 വോട്ടുകൾ നേടിയാണ് CPIM വിമത അംഗം കലാരാജു ജയിച്ചിരിക്കുന്നത്. ആന്റണി ജോർജ് ഈ വിജയത്തിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. കലാരാജുവിന്റെ വിജയം എങ്ങനെയായിരുന്നു? തീർച്ചയായും നമുക്കറിയാം, കഴിഞ്ഞ ജനുവരി മുതൽ തുടങ്ങിയ 6 മാസത്തോളം നീണ്ട നാടകീയ സംഭവങ്ങളാണ് എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ അരങ്ങേറിയത്. കഴിഞ്ഞ ഓഗസ്റ്റ് 5-ന് UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് അവിടെ LDFന് ഭരണം നഷ്ടമാവുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് നഗരസഭ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ LDFന് ഭരണം നഷ്ടമായിരിക്കുന്നു. ആ ഭരണം UDF പിടിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ ജനുവരിയിൽ CPIയുമായി തെറ്റിപ്പിരിഞ്ഞ് പോയ അംഗം കലാരാജു ഇപ്പോൾ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 12 വോട്ടുകളാണ് LDF സ്ഥാനാർത്ഥി നേടിയതെങ്കിൽ 13 വോട്ടുകൾ നേടിയാണ് ഇപ്പോൾ കലാരാജു നഗരസഭ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കലാരാജു അല്പസമയം മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഏതായാലും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. LDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ കലാരാജുവിനെതിരെ വലിയ പ്രതിഷേധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്നലെയാണ് ഈ കലാരാജുവിനെ UDFന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ ജനുവരിയിലാണ് ഈ നാടകീയ സംഭവങ്ങളുടെ, അതായത് ഈ നഗരസഭയിലെ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. അന്ന് UDF ഒരു അവിശ്വാസ പ്രമേയം ഈ നഗരസഭ അധ്യക്ഷയ്ക്കെതിരെ കൊണ്ടുവരുന്നു. അന്ന് പക്ഷേ ഇതിനെ അനുകൂലിക്കുന്ന നിലപാടിലേക്ക് ഈ കലാരാജു പോയ ഘട്ടത്തിൽ അവരെ CPIM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി എന്നൊരു ആരോപണമൊക്കെ ഉയർന്നിരുന്നു. പിന്നീട് അവർക്ക് മർദ്ദനമൊക്കെ ഏൽക്കുകയും ചെയ്തിരുന്നു. അന്നു മുതൽ CPIയുമായി അകന്ന് നിൽക്കുകയായിരുന്നു കലാരാജു. പിന്നീട് ഈ UDF കൊണ്ടുവരുന്ന UDFന്റെ പിന്തുണ അവർക്ക് നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ ആഗസ്റ്റ് 5-ന് വീണ്ടും UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിന് അനുകൂലമായി കലാരാജുവും അതുപോലെ തന്നെ സ്വതന്ത്രാംഗമായ സുനിൽ കുമാറും വോട്ട് രേഖപ്പെടുത്തിയത്. അങ്ങനെയാണ് ഈ അവിശ്വാസ പ്രമേയം പാസ്സാകുന്നതും പിന്നീട് ഈ നഗരസഭയിലെ വീണ്ടും ഈ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് വേണ്ടിവരികയും ചെയ്തത്. ഏതായാലും അന്ന് തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം കലാരാജു മുന്നോട്ട് വെച്ചിരുന്നു. അതുകൂടി പരിഗണിച്ചാണ് കലാരാജുവിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഏതായാലും ഇപ്പോൾ UDF അധികാരം പിടിച്ചിരിക്കുകയാണ് കൂത്താട്ടുകുളം നഗരസഭയിൽ. ശരി, കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ CPIന്റെ വിമതാംഗമായിട്ടുള്ള കലാരാജു ജയിച്ചിരിക്കുന്നു. 13 വോട്ടുകൾ നേടിയാണ് 12 വോട്ടുകൾക്കെതിരെ കലാരാജുവിന്റെ ജയം. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.